കഴിഞ്ഞ ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് മത്സരത്തിന് കൊച്ചി സ്റ്റേഡിയത്തിലെത്തിയ എനിക്കും എന്റെ ഫാമിലിക്കും ഉണ്ടായ ചില നെഗറ്റീവ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നു, അതേപറ്റി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. എന്റെ വൈഫ് ഉണ്ടായിരുന്നു, എന്റെ മകള്, എന്റെ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് അവിടെ ചെല്ലുന്നു. പിന്നെ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ഗേറ്റിന്റെ അവിടേക്ക് ചെല്ലുമ്പോ ഗേറ്റിലുണ്ടായിരുന്ന ഒരു പുള്ളി വന്നിട്ട് ചോദിക്കുന്നത്, സെക്യൂരിറ്റി വന്ന് ചോദിക്കുന്നത് ടിക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈസ്റ്റ് ഗാലറിയിലാണ്. VIP ഓർ VVIP ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, നമ്മൾ ഈസ്റ്റ് ഗാലറിയിൽ മഞ്ഞപ്പട സ്റ്റാൻഡിലാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ സോ നിങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് ഇല്ല, VIP ആൻഡ് VVIP ടിക്കറ്റുകൾക്ക് മാത്രമേ സ്റ്റേഡിയത്തിൽ പാർക്കിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ആദ്യത്തെ നെഗാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ, നമ്മൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കളി കാണാൻ ചെല്ലുന്നത്. ഇപ്പോൾ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റേഡിയത്തിനുള്ളതാണ്. പക്ഷെ ഞങ്ങൾ എടുത്ത് പറഞ്ഞു പാർക്കിംഗ് ഇല്ല, നിങ്ങൾ റോഡിൽ എവിടെങ്കിലും ഇടണം, അല്ലെങ്കിൽ പേ ആൻഡ് പാർക്ക് എവിടെങ്കിലും കണ്ടുപിടിച്ച് അവിടെ കൊണ്ടിടണം എന്നൊക്കെ പറഞ്ഞു. സോ ഞങ്ങൾ കുറെ പേ ആൻഡ് പാർക്ക് ഒക്കെ ആ പരിസരത്ത് തപ്പി നടന്നു. അപ്പൊ ഈ കുഞ്ഞും കൂടി ഉള്ളത് കൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു. സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പോലീസുകാരുടെ വക ഒരു പെറ്റി ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതെന്തായാലും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് സ്റ്റേഡിയത്തിൽ വന്നു. അപ്പൊ ഞാൻ പാർക്കിങ്ങിന്റെ കേസ് ഞാൻ ചോദിക്കുന്നത്, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, സ്റ്റേഡിയവും പരിസരവും അത് കളിയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. സ്റ്റേഡിയം എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇത് പല രാഷ്ട്രീയക്കാർ വരുന്നതിന് വേണ്ടിയുള്ള പന്തലിടാനും മറ്റ് ഫെസ്റ്റിവലുകൾ നടത്താനുള്ള പന്തലിടാനും ഒക്കെ ആയിട്ടാണ് ഈ പാർക്കിംഗ് ഒക്കെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. സോ അതുകൊണ്ടായിരിക്കും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞത്. വല്ല പന്തലൊക്കെ കിടക്കുമായിരിക്കും അവിടെ. ഓക്കെ, അതും പോട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് കയറുന്നു.